യെസ്, അങ്ങനെ ഒരു ചെറിയ ചൂടുള്ള ചായയൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ നമ്മുടെ ജനൻ ടി വി ഫ്ലോറിൽ സജീവമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപാട് ചായയുടെ ചൂടിനേക്കാട്ടും ചൂടുള്ള ഒരുപാട് വാർത്തകളുണ്ട് എന്നുള്ളത്. നമുക്ക് എന്തായാലും ഒന്ന് കോഴിക്കോടേക്ക് പോകാം. രമ്യ അവിടെ തയ്യാറാണ് എന്നുള്ളതാണ്. ശ്രീകൃഷ്ണ ഭഗവാനെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും അവഹേളിച്ച് പരസ്യം പ്രചരിപ്പിച്ച കോഴിക്കോട്ടെ ഹോട്ടൽ ഉടമകൾക്കെതിരെ നടപടിയെടുക്കാത്തതിൽ ഭക്തരുടെ ഇടയിൽ പ്രതിഷേധം ശക്തമാണ്. സിറ്റി പോലീസ് കമ്മീഷണർക്കും DGPക്കും വിഷയത്തിൽ ഹിന്ദു ഐക്യവേദി പരാതി നൽകിയിരുന്നു. നടപടി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ വിശ്വാസികളെ അണിനിരത്തി വൻ പ്രതിഷേധം നടത്തുമെന്ന മുന്നറിയിപ്പാണ് ഹിന്ദു ഐക്യവേദി നൽകുന്നത് എന്നുള്ളതാണ്. രമ്യ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഹിന്ദു സെന്റിമെന്റ്സ്, സനാതന ധർമ്മത്തെയൊക്കെ അവഹേളിച്ചാൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന രീതിയിലേക്ക് തീർച്ചയായും ആർക്കും കുതിര കയറാം, എന്തും പറയാം എന്നൊരു വല്ല വിചാരവും ഉണ്ടോ എന്നതാണ് ആദ്യം കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടത്. മറ്റൊന്ന്, ഈ പോലീസ് സംവിധാനങ്ങൾക്കൊക്കെ എന്താ പണി, എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത്? ഇനി ഇവരിലേക്ക് വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്താൻ മറ്റാരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്താണ് സംഭവിക്കുന്നത് കോഴിക്കോട്? ശ്യാം ബാബു, രാഗി, ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് ഇതിനെ കാണാൻ കഴിയില്ല. കാരണം ഈ വിശുദ്ധത്തോടനുബന്ധിച്ച് സംസ്ഥാന വ്യാപകമായി തന്നെ നമുക്കറിയാം, ചേർത്തലയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മലപ്പുറം അങ്ങാടിപ്പുറത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തലശ്ശേരി കിച്ചൺ എന്ന ഹോട്ടലാണ് ഇത്തരത്തിൽ ഈ വിഷുദിനത്തോടനുബന്ധിച്ച് ഒരു പോസ്റ്റർ ഇറക്കുന്നത്. അതായത് മന്തിക്ക് ഓഫറുണ്ട് എന്ന് കാണിച്ച്, അതായത് ശ്രീകൃഷ്ണ ഭഗവാനെയും അതുപോലെ തന്നെ ഹൈന്ദവ ദൈവങ്ങളെയും എല്ലാം അവഹേളിക്കുന്ന രീതിയിലായിരുന്നു ഇത്തരത്തിലുള്ള പോസ്റ്റർ. ഇത് സംസ്ഥാന വ്യാപകമായി തന്നെ പല ഹോട്ടലുകളും ഇത്തരത്തിൽ തന്നെയാണ് ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുള്ളത്. ഇത് വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചതോടെയാണ് വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാകുന്നത്. അത് നേരത്തെ ശ്യാം ബാബു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഹിന്ദു വിശ്വാസത്തെയും അല്ലെങ്കിൽ ഹൈന്ദവ ദൈവങ്ങളെയും എല്ലാം ഒരു അവഹേളിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ ഈ പോസ്റ്ററുകളെല്ലാം തന്നെ സംസ്ഥാന വ്യാപകമായി ഇറങ്ങിയിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചേർത്തലയിലുണ്ട്, ഇത്തരത്തിൽ മലപ്പുറം അങ്ങാടിപ്പുറത്ത് ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഹിന്ദു വിശ്വാസത്തെ അവഹേളിക്കുന്ന രീതിയിലായിരുന്നു ഇത്തരത്തിൽ ഈ പോസ്റ്ററെല്ലാം തന്നെ. ഇത് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിച്ചതോടെ വ്യാപകമായി പ്രതിഷേധം ശക്തമാകുകയായിരുന്നു. ഹിന്ദു ഐക്യവേദി അതുപോലെ തന്നെ ഹൈന്ദവ സംഘങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധം ശക്തമായത്. നിലവിൽ ഈ കോഴിക്കോട്ടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, കോഴിക്കോട് ഈ ഒരു പോസ്റ്റർ പ്രചരിച്ചതിനു ശേഷം ഹിന്ദു ഐക്യവേദി പോലീസ് സിറ്റി കമ്മീഷണർക്കും അതുപോലെ തന്നെ DGPക്കുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പരാതിയെല്ലാം നൽകിയിരുന്നു. പക്ഷേ ഈ പരാതിയിൽ ഇതുവരെയായിട്ടും യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്ന് തന്നെയാണ് വസ്തുത. ഇതിലാണ് പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നത്. ഇതിൽ ഹിന്ദു ഐക്യവേദി പറഞ്ഞിട്ടുള്ളതും ഇത് തന്നെയാണ്. കാരണം കൃത്യമായി തന്നെ ഈ ഹോട്ടൽ ഉടമകൾക്കെതിരെ നടപടിയെടുക്കണം എന്നത് തന്നെയാണ് ആവശ്യം. പക്ഷേ ഇതുവരെയായിട്ടും യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ഈ മലപ്പുറത്ത് അങ്ങാടിപ്പുറത്ത് യമാമ ഷവായ ആയിരുന്നു ഇത്തരത്തിൽ മറ്റൊരു പോസ്റ്റർ ഇറക്കിയിരുന്നത്. ഇതിൽ പോലീസ് നടപടി എടുത്തിട്ടുണ്ട്. പക്ഷേ സമാനമായി തന്നെ ഇവിടെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇതുവരെയായിട്ടും ഈ ഹോട്ടൽ ഉടമകളെ ഒന്ന് ചോദ്യം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇവർക്കെതിരെ ഇത്തരത്തിലൊരു വിഷയത്തിൽ ഒരു നടപടി എടുക്കുന്നതിനോ ഇതുവരെയായിട്ടും സിറ്റി പോലീസ് കമ്മീഷണറോ പോലീസോ വകുപ്പോ ഇത്തരത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് ഹിന്ദു ഐക്യവേദി. നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഹിന്ദു ഭക്തരെ എല്ലാം തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലേക്ക് പ്രതിഷേധം നടത്തുമെന്ന് തന്നെയാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. വളരെ കൃത്യമാണ്, വളരെയധികം കൃത്യമായ വിലയിരുത്തലാണ് രമ്യ നൽകിയത്. ഒരു പ്രതികരണം നമ്മുടെ രാമേന്ദ്ര സാർ, നേരത്തെ ജന്മഭൂമിയുടെ ഒക്കെ എഡിറ്ററായിരുന്ന രാമേന്ദ്ര സാറിന്റെ ഒരു പോസ്റ്റാണ്. എനിക്കത് ചിരി വന്നത്, അദ്ദേഹം വളരെ ഈ വീക്കെൻഡിൻ്റെ ഒക്കെ ഒരു നർമ്മം ഉണ്ടല്ലോ, അതുപോലെയാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുക. അദ്ദേഹം ഇന്ന് പോസ്റ്റ് ഇട്ടത്, എന്തുകൊണ്ടാണ് വനിതാ സംവരണ ബില്ല് പ്രതിപക്ഷം പരാജയപ്പെടുത്തിയത്? വേറൊന്നുമില്ല, ഇപ്പോൾ 547 സീറ്റ്, അതിലൊരു 400 സീറ്റിലൊക്കെ തോറ്റു എന്നല്ലേ പറയേണ്ടത്. 750 ആവുമ്പോൾ ഒന്ന് ആലോചിച്ച് 800 സീറ്റിൽ തോറ്റു എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ വേറെ ഒന്നുമില്ല. ഇതുകൊണ്ടാണ്, വളരെ ലളിതമായി പറഞ്ഞാൽ ഇതുകൊണ്ടാണ് അവർ ഈ ബില്ലിനെ എതിർത്തതെന്ന് പറഞ്ഞു. പക്ഷെ ഇതിന് ഒരുപാട് മാനങ്ങളുണ്ട്. രാഖി എന്താ പറഞ്ഞത്? ഈ ഹൈന്ദവ അവഹേളനം എന്ന് പറയുന്നത് അവരുടെ ഭാഷയിൽ ഒറ്റപ്പെട്ട സംഭവം, ഒരു ഒറ്റപ്പെട്ടതുണ്ടല്ലോ. പക്ഷേ അതൊരു പൊതു വിഷയമായി ചർച്ചയ്ക്ക് എടുക്കേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചു എന്നുള്ളതാണ് അല്ലെ? കാരണം കേരളത്തിലുണ്ടാകുന്ന ഈ ഒരു സാഹചര്യം മറ്റെവിടെയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുമോ? ഒരിക്കലും ഇത്രയേറെ മോശം സാഹചര്യത്തിലേക്ക് ഹൈന്ദവ സമൂഹത്തെ തള്ളിവിടുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ കേരളം മാറി. അതിൽ 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായിട്ട്
സംഘടിതമായിട്ടാണ് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ TCS വിഷയം പ്രിയപ്പെട്ട പ്രേക്ഷകർ നന്നായി അറിയാം. TCS എന്താണ് സംഭവിച്ചത്, കോർപ്പറേറ്റ് ജിഹാദ്. പക്ഷെ ഇന്ന് രാവിലെ കേരളത്തിലെ ഒരു പ്രമുഖമായ ഒരു മാധ്യമം റിപ്പോർട്ട് കൊടുത്തത് ഇതെന്തോ ഒരു വ്യാജ പ്രചരണമാണ് എന്ന രീതിയിൽ ധ്വനി നൽകിക്കൊണ്ടാണ് മറ്റെന്തോ വിഷയം അത് എന്താ പറയുക ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വിഷയം ഉണ്ടായിരിക്കുന്നതെന്ന്. അതായത് പട്ടികജാതി പട്ടിക വകുപ്പ് കൂടി ചേർത്ത് ഈ കേസ് കുറച്ചുകൂടി എന്താ പറയുക അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഓരോ വകുപ്പുകൾ ചേർക്കപ്പെടുമല്ലോ. അങ്ങനെ ഒരു വകുപ്പ് കൂടി ചേർത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. പക്ഷെ അതിന് നൽകുന്ന ആ നിറം നോക്കൂ, എത്രത്തോളം അതായത് അവരനുഭവിച്ച ആ കൊടിയ പീഡനങ്ങൾ, ആ പെൺകുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ കേൾക്കേണ്ടതില്ല. തീർച്ചയായും അവിടെ കൃത്യമായി തന്നെ ഒരു പൊളിറ്റിക്കൽ നെറേറ്റീവ് കൃത്യമായി കൊണ്ടുവരിക. ആ നെറേറ്റീവിന്റെ ഭാഗമാണ് ഇതൊക്കെ. ഇപ്പോൾ ഈ എല്ലാ സ്ഥലത്തു നിന്നും ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ വരുമ്പോൾ ഇത് വളരെ നിഷ്കളങ്കമായിട്ട് നമ്മൾ എങ്ങനെ കാണാൻ സാധിക്കും? അപ്പോൾ നമ്മുടെ സനാതന ധർമ്മത്തിന്റെ എല്ലാ വശങ്ങളെയും ഇങ്ങനെ എടുത്ത് വികലമായി ചിത്രീകരിക്കുന്ന പ്രവണത ഒറ്റപ്പെട്ട സംഭവമായി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് കാണാൻ സാധിക്കും.